സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ ഉള്ളിലുള്ള സർഗവാസനകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അത്തരത്തിൽ ഒരു സാഹചര്യം നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കാം. എന്തുവാടി ഇത് നന്ദോന്റെ വീട്ടിലെടുത്തു. അയ്യോ കാലവാരി തറയല്ല, കാലവാരി മേപ്പോട്ടിന്റെ നിങ്ങൾക്ക് കാർമേഘത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നിങ്ങൾക്ക് താഴത്തേക്ക് വരുള്ളൂ. സംഗതി, ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? ദേവി ഭഗവതി, കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി, ഭവാനി. എന്താ മനസ്സിലാ? നമ്മുടെ മകൾ എവിടെ പോയിടി? ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്നെ പഴയ ചെരുപ്പനി കേട്ടാണ്ട് അവിടത്തേക്ക് പ്രസാദം. ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തി പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണ് നീ വിശേഷിച്ച്? കാണാൻ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ രമേശ് അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറഞ്ഞാണെങ്കിൽ ഞാനാരാ? വല്ലവരെ വീട്ടിൽ വന്നിന്റെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ ഞാനാരാ? പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരെ ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കടക്ക് പുറത്ത്, എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അറിയാം. വേഗം പൊയ്ക്കോ. പപ്പേട്ടന്റെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. 3 പേരോടും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാൽ വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടി. അമ്മായച്ചനാ? അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണം. അയ്യോ അല്ല, പിണക്കമാണോ? എനിക്കാരോടും കുഴപ്പമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടന്റെ ഒപ്പം. നമ്മുടെ കുട്ടിക്കാലം
മോനെ പപ്പ. പപ്പ. അമ്മേ. ഞാനും ഒന്ന് കാണട്ടെ. നീ, എന്റെ പൊന്നുമോനെ പപ്പ, നിന്നെ ഈ അമ്മയൊന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലേ വാരി ഒരു ഒച്ചയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞിപ്പൊങ്ങൾ പകുതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലും ഞാനവരെ. ഈശ്വരാ, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പരിപാടി ഇവിടെ നടക്കൂല. മര്യാദക്ക് ഡയലോഗ് പറയണം. ഒന്ന് പോരാൻ പാടില്ല. എനിക്ക് പറ്റൂല. എടാ, കമ്മറ്റിക്കാര് കാശ് തന്നിട്ടില്ല. നാടകം തീർക്കേണ്ട കാശ് തരില്ല. ഡയലോഗ് പറയാൻ. എന്നെ പറയും. പണിയിൽ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. എന്താണ്? നാടകം. ഇതാണ് നാടകം. എന്റെ വലിയേട്ടാ, നാടകത്തിന്റെ പേര് പറഞ്ഞ് ഈ പറഞ്ഞവർ ഈ പണി തന്നെ തലയിൽ കെട്ടി വെക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയ സമയങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. ഞങ്ങ നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ. ഈ കട്ടലും കട്ടിയുള്ള ചെമ്മാടകയാ. നല്ല നാടകക്കാരാണ്, നല്ല സൂപ്പർ നാടകമാ. താങ്ക് യു ടീച്ചേഴ്സ്. ഈ പരിപാടി ഇത്രയും മനോഹരമായി വിദ്യാർത്ഥികൾക്ക് അണിയിച്ചൊരുക്കിയത് ഈ